ഹായ് ഗൈസ്, നമ്മളിന്ന് കാണാൻ പോകുന്നത് മാത്തമാറ്റിക്സ് ലോകത്തെ കുറെ ആൾക്കാരെ ഉറക്കം കളഞ്ഞൊരു തോട്ട് എക്സ്പെരിമെന്റ് ആണ്, സ്ലീപ്പിംഗ് ബ്യൂട്ടി പാരഡോക്സ്. അപ്പോൾ ഇതില് മാത്തമാറ്റീഷ്യൻസ് ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ്. ആരാണ് പല ആൻസേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഓരോ ആൻസേഴ്സിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഓരോ ഗ്രൂപ്പ് മാത്തമാറ്റീഷ്യൻസും ഫിലോസഫേഴ്സും ഉണ്ട്. അപ്പോൾ എന്താണ് ഈ പ്രോബ്ലം നമുക്ക് കാണാം. അപ്പോൾ ഈ പാരഡോക്സിന് കുറച്ച് ഇൻഗ്രീഡിയൻസ് ആവശ്യമുണ്ട്. ആദ്യമായിട്ട് സ്ലീപ്പിംഗ് ബ്യൂട്ടി പാരഡോക്സിന് സ്ലീപ്പിംഗ് ബ്യൂട്ടിന് ആവശ്യമുണ്ട്. ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് കാരണം സ്ലീപ്പിംഗ് ബ്യൂട്ടി 144 റുപ്പിയാണ്. എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ സ്ലീപ്പിംഗ് ബ്യൂട്ടിന്റെ കൂടെ ഒരു കോയിനും ആവശ്യമുണ്ട്, ഒരു ഫെയർ കോയിൻ. അതായത് ടോസ് ചെയ്താൽ ഹെഡ്സും ടെയിൽസും വരാണ്ട് ഈക്വൽ ചാൻസസ് ഉണ്ട്. അപ്പൊ എക്സ്പെരിമെന്റിന്റെ സെറ്റപ്പ് ഇങ്ങനെയാണ്. നമ്മളൊരു സൺഡേ സ്ലീപ്പിംഗ് ബ്യൂട്ടിനെ ഉറക്കി കിടത്തുന്നു. എന്നിട്ട് ഈ കോയിൻ ടോസ് ചെയ്യുന്നു. ഈ കോയിൻ ഹെഡ്സ് വരികയാണെങ്കിൽ നമ്മൾ അടുത്ത ദിവസം സ്ലീപ്പിംഗ് ബ്യൂട്ടിനെ എണീപ്പിക്കുന്നു. സ്ലീപ്പിംഗ് ബ്യൂട്ടി എവേക്കാണ്, സ്മാർട്ടാണ്, നമുക്ക് ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ചോദിക്കാം. ഇനി ഹെഡ്സ് അല്ല ടെയിൽസ് ആണ് വരുന്നതെങ്കിൽ നമ്മൾ സ്ലീപ്പിംഗ് ബ്യൂട്ടിനെ മൺഡേ എണീപ്പിക്കുന്നു, നേരത്തെ പോലെ തന്നെ. പക്ഷെ നമ്മൾ വീണ്ടും സ്ലീപ്പിംഗ് ബ്യൂട്ടിനെ ഉറക്കാൻ കിടത്തുന്നു. ഒരു മരുന്ന് കൊടുക്കും സ്ലീപ്പിംഗ് ബ്യൂട്ടിക്ക്, കഴിഞ്ഞതെല്ലാം മറന്നുപോയി. അപ്പം നേരത്തെ എണീച്ച കാര്യങ്ങൾ സ്ലീപ്പിംഗ് ബ്യൂട്ടിക്ക് ഓർമ്മ ഉണ്ടാവില്ല. എന്നിട്ട് ട്യൂസ്ഡേ അടുത്ത ദിവസം വീണ്ടും എണീപ്പിക്കുന്നു. ഇതാണ് സെറ്റപ്പ് എക്സ്പെരിമെന്റിന്റെ. ഇനി മെയിൻ ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മൾ എണീപ്പിച്ചിട്ട് സ്ലീപ്പിംഗ് ബ്യൂട്ടിനോട് ചോദിക്കുകയാണ്, കോയിൻ ഹെഡ്സ് ആണോ ടെയിൽസ് ആണോ വീണത് എന്ന്. സ്ലീപ്പിംഗ് ബ്യൂട്ടിക്ക് അറിയില്ല ഹെഡ്സ് ആണോ ടെയിൽസ് ആണോ, ഇന്ന് മൺഡേ ആണോ ട്യൂസ്ഡേ ആണോ, ഇതൊന്നും അറിയില്ല. സ്ലീപ്പിംഗ് ബ്യൂട്ടിനെ ജസ്റ്റ് നമ്മൾ എണീപ്പിച്ചിട്ട് ചോദിക്കും, ഒരു ഗസ് അടിക്കാൻ പറയാണ്, കോയിൻ വന്നത് ഹെഡ്സ് ആണോ ടെയിൽസ് ആണോ. അപ്പം ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പം കുറെ ഗ്രൂപ്പ്സിന്റെ മെയിൻ ആയിട്ട് 2 ഗ്രൂപ്പാണല്ലോ. ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ പറയുന്നത് എന്താണ്, ഒരു കോയിൻ ടോസ് ചെയ്താൽ ഒബ്വിയസ്ലി ചാൻസസ് ആർ 50-50 ഹെഡ്സ് ഓർ ടെയിൽസ് വരാൻ. അതിനുശേഷം എന്ത് സംഭവിക്കുന്നു എന്നുള്ളൊരു കാര്യമില്ല. ഹെഡ്സ് ടെയിൽസും ഓൾവേസ് 50-50. അത് കഴിഞ്ഞിട്ട് എണീക്കാതിരിക്കോ ചോദ്യം ചോദിക്കോ എന്താ ചെയ്തോ, കോയിൻ ടോസിന്റെ പ്രോബ്ലത്തിനെ അതൊന്നും എഫക്ട് ചെയ്യാൻ പോകുന്നില്ല. അതുകൊണ്ട് 50-50. ഹെഡ്സിന്റെ ചാൻസ് ഹാഫ് ആയതുകൊണ്ട് ഈ ഗ്രൂപ്പിനെ നമ്മൾ ഹാഫേഴ്സ് എന്നാ വിളിക്കാം. അപ്പൊ ഇതാണ് ഹാഫറിന്റെ ആർഗ്യുമെന്റ്. ഇതാണ്, എന്ത് സംഭവിച്ചാലും കോയിന്റെ പ്രോബിലിറ്റി മാറുന്നില്ല. ഓക്കെ. ഇനി വേറൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ പറയാണ്, അങ്ങനെയല്ല നോക്കേണ്ടത്. ഇവിടെ ഇപ്പോ 3 പോസിബിലിറ്റീസ് ആണ് ഉള്ളത്. ഒന്ന് മൺഡേ ആൻഡ് ഹെഡ്സ് വന്നു, മൺഡേ ആണ്. രണ്ടാമത്തത് ടെയിൽസ് വന്നു, മൺഡേ. മൂന്നാമത്തത് ടെയിൽസ് വന്നു, ട്യൂസ്ഡേ. അപ്പം സ്ലീപ്പിംഗ് ബ്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ മൂന്നിൽ ഏതോ ഒന്നിലാണ് സ്ലീപ്പിംഗ് ബ്യൂട്ടി ഉള്ളത്. സ്ലീപ്പിംഗ് ബ്യൂട്ടിക്ക് അറിയില്ല എവിടെയാണ്, ഏതാ ദിവസം എന്നറിയില്ല, ഹെഡ്സ് ആണോ ടെയിൽസ് ആണോ എന്നറിയില്ല. അപ്പൊ ചിലപ്പോൾ മൺഡേ ആവാം, അല്ലെങ്കിൽ ട്യൂസ്ഡേ ആവാം, ഹെഡ്സ് ആവാം, ടെയിൽസ് ആവാം. പക്ഷെ ട്യൂസ്ഡേ ആണെങ്കിൽ ഹെഡ്സ് ആവില്ല, കാരണം ട്യൂസ്ഡേ നമ്മൾ എണീപ്പിക്കുന്നില്ല, ഹെഡ്സ് ആണ് വീണതെങ്കിൽ. പക്ഷെങ്കിൽ ബാക്കി 3 ഓപ്ഷനിൽ എവിടെ വേണമെങ്കിലും ആവാം. ഈ 3 ഓപ്ഷനിൽ 2 ടെയിൽസ് വീണാലാണ്. അപ്പൊ ടെയിൽസ് വീണാൽ നമ്മൾ 2 വട്ടം എണീപ്പിക്കുന്നുണ്ട്. അപ്പോ കൂടുതൽ ചാൻസ് ടെയിൽസ് ആവാനാണ്. ഞാൻ എണീച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ടെയിൽസ് വീഴാൻ കൂടുതൽ ചാൻസ് ഉണ്ടായിരുന്നു എന്നാണ്. കാരണം ടെയിൽസിനാണ് ഞാൻ കൂടുതൽ എണീക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഹെഡ്സിന്റെ ചാൻസ് 1/3 ടെയിൽസിന്റെ ചാൻസ് 2/3 ആവും. ഈ കൂട്ട ആൾക്കാരെ തേർഡേഴ്സ് എന്നാ വിളിക്കുക. കാരണം ഇവര് ഹെഡ്സ് വീഴാനുള്ള ചാൻസ് 1/3 ആണെന്നാണ് പറയുന്നത്. അപ്പൊ ഇത് കുറച്ച് വീടായിട്ട് തോന്നാം. അതായത് എങ്ങനെയാണ് ഒരു ഹെഡ്സ് വീഴാൻ ഹാഫാണ് നമ്മൾ ഓൾറെഡി കണ്ട. ഒരു ഫെയർ കോയിൻ ആണെങ്കിൽ ഹാഫ് ആണല്ലോ വേണ്ടത്. പക്ഷെ ഇതെങ്ങനെ 1/3 കിട്ടി? അങ്ങനെ അത് കുറച്ചും കൂടി ക്ലിയർ ആക്കാൻ വേണ്ടിട്ട് തേർഡേഴ്സ് കുറച്ച് ആർഗ്യുമെന്റ്സ് യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ കുറച്ച് ഐഡിയാസ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മള് സ്ലീപ്പിംഗ് ബ്യൂട്ടിനെ എണീപ്പിച്ചു. സ്ലീപ്പിംഗ് ബ്യൂട്ടിക്ക് അറിയില്ല ഏതാ ദിവസം എന്നറിയില്ല. നമ്മൾ ജസ്റ്റ് സ്ലീപ്പിംഗ് ബ്യൂട്ടിനെ എണീപ്പിച്ചു. നമ്മളെ മെയിൻ ക്വസ്റ്റ്യൻ ഹെഡ്സ് ആണോ ടെയിൽസ് ആണോ എന്ന് ചോദിക്കുന്നതിന് മുമ്പേ നമ്മളൊരു ക്ലൂ കൊടുക്കാണ്. ഇന്ന് മൺഡേ ആണെന്ന് നമ്മൾ സ്ലീപ്പിംഗ് ബ്യൂട്ടിനോട് പറഞ്ഞു. ഇന്ന് മൺഡേ ആണ്, ഇനി പറ ഹെഡ്സ് ആണോ ടെയിൽസ് ആണോ. അപ്പൊ സ്ലീപ്പിംഗ് ബ്യൂട്ടിന്റെ പണി കുറച്ച് എളുപ്പമായി. സ്ലീപ്പിംഗ് ബ്യൂട്ടിക്ക് ട്യൂസ്ഡേ എന്താണ് നടക്കുന്നതെന്ന് അറിയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് മൺഡേയിലെ 2 ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ. അപ്പം ഹെഡ്സ് ആവാം, ടെയിൽസ് ആവാം. ഹെഡ്സ് വീണിട്ട് മൺഡേ നമ്മൾ എണീപ്പിച്ചതാവാം, അല്ലെങ്കിൽ ടെയിൽസ് വീണിട്ട് നമ്മളെ മൺഡേ എണീപ്പിച്ചതാവാം. ഇപ്പൊ ഈ 2 സിനാരിയോസും
മണ്ടയും ഹെഡ്സും മണ്ടയും ടെയിൽസും രണ്ടും ഈക്വലി പ്രോബബിൾ ആണ്. ഓക്കെ, അങ്ങനെ നമുക്ക് പറയാം ഹെഡ്സ് ടെയിൽസും ഈക്വൽ പ്രോബബിലിറ്റി ആണ്. നമുക്ക് മനസ്സിലായി നമ്മൾ മണ്ടേ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി മണ്ടേ ആണെന്ന് പറയുന്നില്ല, നമ്മൾ വേറൊരു ക്ലൂ ആണ് കൊടുക്കുന്നതെന്ന് വിചാരിച്ചോ. നമ്മൾ ഇപ്രാവശ്യം ഇതേ എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്തു. നമ്മൾ കൊടുക്കുന്ന ക്ലൂ എന്ന് പറഞ്ഞാൽ കിട്ടിയത് ടെയിൽസ് ആണ്, ഹെഡ്സ് വീണിട്ടില്ല. അപ്പം ഹെഡ്സ് നമുക്ക് മറന്നു കളയാം. ഇനി പറ മൺഡേ ആണോ ട്യൂസ്ഡേ ആണോ എന്നുള്ളത്. അതും രണ്ടും ഈക്വലി പ്രോബബിൾ ആണ്. കാരണം ടെയിൽസ് വീണ് കഴിഞ്ഞാൽ നമ്മൾ മൺഡേ എണീപ്പിക്കാം, അല്ലെങ്കിൽ ട്യൂസ്ഡേ എണീപ്പിക്കാം. മൺഡേ എണീപ്പിക്കാം, ട്യൂസ്ഡേ എണീപ്പിക്കാം, എങ്കിൽ രണ്ടും ഈക്വലി പ്രോബബിൾ ആണ്. രണ്ട് ഇവന്റിന് നമുക്ക് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റില്ല. ഇന്ന് മൺഡേ ആണോ ട്യൂസ്ഡേ ആണോ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അത് രണ്ടും ഈക്വലി പ്രോബബിൾ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് ഇപ്പൊ കണ്ടത്? ആദ്യം കണ്ടത് മൺഡേ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും ഒരേ പ്രോബബിലിറ്റി ആണ്. ഇനി ടെയിൽസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും ഒരേ പ്രോബബിലിറ്റി. അപ്പൊ മൂന്നും ഒരേ പ്രോബബിലിറ്റി ആണെന്ന് കണ്ടു. ഈ 3 ഇവന്റ്സ് മാത്രമേ ടോട്ടലി ഉള്ളൂ. അപ്പൊ ഇത് 3 ആഡ് ചെയ്താൽ 1 കിട്ടണം. അപ്പം ഓരോന്നിന്റെയും പ്രോബബിലിറ്റി 1/3 ആണ്. അപ്പം ഹെഡ്സിൽ വീണ ഒരു സിനാരിയോ ഉണ്ട്, അതുകൊണ്ട് ഹെഡ്സിന്റെ പ്രോബബിലിറ്റി 1/3. ടെയിൽസ് വീണ അങ്ങനത്തെ 2 സിനാരിയോസ് ഉണ്ട്, അത് രണ്ടും ആഡ് ചെയ്താൽ 2/3. അപ്പൊ ഇങ്ങനെയാണ് തേർഡർ ഡിഫെൻഡ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഹെഡ്സിന്റെ ചാൻസ് 1/3 കിട്ടേണ്ടതെന്ന്. കാരണം 2 വട്ടം ടെയിൽസ് വീണ എണീക്കുന്നുണ്ട്. നമുക്കറിയില്ല നമ്മൾ ഇതിൽ ഏത് സിനാരിയോയിലാണ് നമ്മളുള്ളത്. ബ്യൂട്ടിക്ക് അറിയില്ല ഏത് സിനാരിയോയിലാണ് ഉള്ളതെന്ന്. അതുകൊണ്ട് 3 സിനാരിയോസിനും ഈക്വൽ പ്രോബബിലിറ്റി കൊടുക്കുന്നു. 2 സിനാരിയോസ് ടെയിൽസിലായുള്ളത് കൊണ്ട് നമ്മൾ ടെയിൽസ് ആണ് വീണിരിക്കാൻ സാധ്യത കൂടുതൽ എന്ന് പറയുന്നു. ടെയിൽസ് ആ വീണെന്നെങ്കിൽ എന്നെ എണീപ്പിക്കും 2 വട്ടം. അപ്പോൾ ടെയിൽസ് വീഴാൻ ഡബിൾ ചാൻസ് ആണ് ഹെഡ്സിനെ കാട്ടി. അതാണ് അവരെ ഒരു ക്ലെയിം. ഇനിയും ഇത് ക്ലിയർ അല്ലാന്ന് തോന്നുന്നെങ്കിൽ വീണ്ടും ഇത് മോട്ടിവേറ്റ് ചെയ്യാൻ ഒരു എക്സാമ്പിളും കൂടി തേർഡ് തരികയാണ്. ഇത് സ്ലൈറ്റ്ലി മോഡിഫൈഡ് വേർഷൻ ഓഫ് സ്ലീപ്പിംഗ് ബ്യൂട്ടി ആണ്. ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ഹെഡ്സ് ആണെങ്കിൽ പഴയ പോലെ തന്നെ നമ്മൾ ഒരു ദിവസം എണീപ്പിക്കുന്നു, മൺഡേ ആവാം, എന്നെങ്കിൽ ഒരു ദിവസം എണീപ്പിക്കുന്നു. ബട്ട് ടെയിൽസ് ആണ് വീഴുന്നതെങ്കിൽ നമ്മൾ ഒരു വട്ടം എണീപ്പിക്കുന്നു, വീണ്ടും മെമ്മറി വൈപ്പ് ചെയ്തിട്ട് കിടത്ത് തുറക്കുന്നു, അടുത്ത ദിവസം വീണ്ടും എണീപ്പിക്കുന്നു, വീണ്ടും എണീപ്പിക്കുന്നു, വീണ്ടും എണീപ്പിക്കുന്നു, അങ്ങനെ പല വട്ടം എണീപ്പിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചൂസ് ചെയ്യും? നിങ്ങളാണ് സ്ലീപ്പിംഗ് ബ്യൂട്ടി എന്ന് വിചാരിക്കാം. ഇതാണ് സിനാരിയോ. ഹെഡ്സ് വീണാൽ നിങ്ങൾ ഒരു വട്ടം എണീപ്പിക്കും, ടെയിൽസ് വീണാൽ നിങ്ങളെ 100 വട്ടം എണീപ്പിക്കും. നിങ്ങളിപ്പോ എണീറ്റു. ഏതിനാണ് ചാൻസ് കൂടുതൽ? ഹെഡ്സ് ആണോ ടെയിൽസ് ആണോ? ഹെഡ്സ് വീണിട്ട് നിങ്ങൾ എണീക്കാനുള്ള ഒരു സിനാരിയോ മാത്രമേ ഉള്ളൂ. ടെയിൽസ് വീണിട്ട് നിങ്ങൾ എണീക്കുന്ന 100 സിനാരിയോസ് ഉണ്ട്. അപ്പൊ ഇതില് നിങ്ങളൊരു ബെറ്റ് വെക്കുകയാണെങ്കിൽ, നിങ്ങൾ എണീച്ചു, ടെയിൽസ് ആണോ വീണിരിക്കാൻ സാധ്യത കൂടുതൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു സ്മാർട്ട് പേഴ്സൺ ടെയിൽസിലായിരിക്കണം ബെറ്റ് പൈസ ഇടുന്നത്. കാരണം ഹെഡ്സ് വീണിട്ട് എണീക്കുന്ന ഒറ്റൊരു സാഹചര്യം മാത്രമേ ഉള്ളൂ. ടെയിൽസ് വീണെണീക്കുന്ന 100 സാഹചര്യങ്ങളുണ്ട്. അപ്പം ടോട്ടൽ 101 സാഹചര്യങ്ങളിൽ 100 എണ്ണവും ടെയിൽസിലാണുള്ളത്. അപ്പം ഇതൊക്കെയാണ് തേർഡേഴ്സിന്റെ ആർഗ്യുമെന്റ്. ഹാഫേഴ്സ് പറയുന്നത് ഇതിലെന്തോ ഒരു വിയർഡ്നെസ് ഉണ്ട്. കാരണം ടെയിൽസിൽ വീണിട്ട് നമ്മൾ എത്ര വട്ടം 100 പകരം 200 വട്ടം എണീപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ ഹെഡ്സിന്റെ ചാൻസ് വീണ്ടും കുറയാണ്. അതായത് കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നു, അത് തിരിച്ചു വന്നിട്ട് കോയിന്റെ പ്രോബബിലിറ്റിനെ എഫക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു വിയർഡ്നെസ് ഉണ്ട്. അപ്പം തേർഡേഴ്സും ഹാഫേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ്. ഇതാണ്. അപ്പം ചില ആൾക്കാർ പറയുന്നു ഇത് രണ്ടുമല്ല ആൻസർ, ഇതിനൊരു ആൻസർ ഇല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ പറയുന്നു രണ്ടും ശരിയാണ്, ഓരോ ആംഗിളിൽ ചിന്തിക്കുമ്പോൾ രണ്ടും ശരിയാണ്. അപ്പം ചില ആൾക്കാർ പ്രോബബിലിറ്റിന്റെ ഫൗണ്ടേഷൻ വരെ ക്വസ്റ്റ്യൻ ചെയ്യാണ്. എന്താണ് ഇതിന്റെ സൊല്യൂഷൻ? എന്തായിരിക്കാം ഈ പാരഡോക്സ് ക്രിയേറ്റ് ചെയ്യുന്നത്? ചിലപ്പം ചില ആൾക്കാർ പറയുന്നത് നമ്മളെ വ്യൂ പോയിന്റ് ആണെന്ന്. നമ്മൾ ഈ മൊത്തം സാധനം ഒബ്ജക്റ്റീവ്ലി പുറത്തുനിന്ന് കാണുകയാണെങ്കിൽ നമ്മൾക്കൊരു കോയിൻ ടോസ് ചെയ്ത ഹാഫ് ആണെന്ന് തോന്നും. നിങ്ങൾ ഈ മൊത്തം എക്സ്പെരിമെന്റ് ഒരു ടിവിയിൽ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹാഫ് ആണെന്നേ തോന്നും. കോയിൻ ടോസ് ചെയ്താൽ 50-50. പക്ഷെ നിങ്ങളാണ് സ്ലീപ്പിംഗ് ബ്യൂട്ടി എങ്കിൽ നിങ്ങൾ 1/3 എന്ന് പറയേണ്ടി വരും. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് സ്ലീപ്പിംഗ് ബ്യൂട്ടി പാരഡോക്സ്. അപ്പൊ നിങ്ങൾ വിചാരിക്കണ്ട ഓക്കെ ഇങ്ങനൊരു പാരഡോക്സ് ഉണ്ടായാലും എന്താ പ്രശ്നം, നമ്മളെ കൺസേൺ ചെയ്യുന്നില്ല, ലോകം അവസാനിക്കാനൊന്നും പോകുന്നില്ലോ ഇത് പറഞ്ഞു.
പക്ഷേ ചിലപ്പം ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ കൊണ്ട് ലോകം അവസാനിക്കുകയാണെങ്കിലോ? എങ്ങനെയാന്നല്ലേ, അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പൊ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ആരാണ് ശരി? തേർഡറാണോ, ഹാഫറാണോ, അല്ല രണ്ടാളും ശരിയാണോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നു കമന്റിൽ ഇടാം. അപ്പം ലോകം അവസാനിച്ചിട്ടില്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.